ഇപ്പൊ ഒന്നും പറയാനും കഴിയുന്നില്ല. സന്തോഷവും സങ്കടവും. 6 വർഷമായി കാത്തു നിൽക്കുന്നു. ഞങ്ങളെ മക്കളെ ഇല്ലാതാക്കി ശിക്ഷ കിട്ടാൻ വേണ്ടിട്ട്. തൃപ്തരാണോ ചോദിച്ചാല് അതെ. സന്തോഷമുണ്ട്. എല്ലാരും പ്രാർത്ഥനയുടെ ഫലമാണ്. ഞങ്ങളുടെ ആങ്ങളമാർക്ക് നീതി ലഭിച്ചു. 6 വർഷത്തെ പോരാട്ടത്തിന്റെ ഫലമാണ് ഇന്നുണ്ടായത്. ഒരുപാട് സന്തോഷമുണ്ട്. പക്ഷെ വെറുതെ വിട്ടവർക്കും ശിക്ഷ കിട്ടണം എന്നാണ് ആഗ്രഹിക്കുന്നത്. കണ്ണീരോടെ കുടുംബാംഗങ്ങൾ അവിടെ നിൽക്കുകയാണ്. ആ അമ്മയുടെ കണ്ണുനീർ അത് കേരളത്തിന്റെ ഉള്ളു പൊള്ളിക്കുന്ന കണ്ണീരാണ്. 2 കുടുംബങ്ങളിലെ ഇരുട്ടായി മാറിയ 2019 ആ കൊലപാതകം, ആ കൊലക്കേസിലെ ശിക്ഷാവിധിയാണിപ്പോൾ വന്നിരിക്കുന്നത്. കൂടുതൽ പ്രതികരണങ്ങൾ വരുന്നുണ്ട്. പ്രതിഭാഗം അഭിഭാഷകൻ CK ശ്രീധരന്റെ പ്രതികരണം. സമർപ്പിക്കുന്നത് സംബന്ധിച്ചുള്ള മറ്റു നടപടികൾ കൈക്കൊള്ളുന്നതാണ്. ശിക്ഷയുമായി ബന്ധപ്പെട്ട് ഇന്നിപ്പോൾ വിധിയുടെ പകർപ്പുകൾ ലഭിക്കാത്തതുകൊണ്ട് കൂടുതൽ കാര്യങ്ങളൊന്നും ഇപ്പോൾ പറയാൻ ആഗ്രഹിക്കുന്നില്ല. ഈ വിധിക്കെതിരെ അപ്പീൽ സമർപ്പിക്കാൻ പെട്ടെന്ന് തന്നെ അപ്പീൽ സമർപ്പിക്കുന്നു. 1 മുതൽ 8 വരെയുള്ള പ്രതികൾക്കും 10ഉം 15ഉം പ്രതികൾക്കും ഒരേ ശിക്ഷയാണോ അതോ വ്യത്യാസമുണ്ടോ? അല്ല, വ്യത്യസ്തമായിട്ടും ഉണ്ട്. പക്ഷേ ലൈഫ് ഇംപ്രിസൺമെന്റ് ഇല്ലേ, നിക്കോളസ് അഡ്വക്കേറ്റ് അവർക്കും കൂടി പറഞ്ഞിട്ടുണ്ട്. ലൈഫ് 5 വർഷം ആണ് കൊടുത്തിട്ടുള്ളത്. 5 വർഷം. അതുകൊണ്ട് ഇവിടെ നിന്ന് സെന്റൻസ് സസ്പെൻഡ് ചെയ്യാനും ജാമ്യമെടുക്കാനും പറ്റില്ല എന്നുള്ളതാണ് അതിൻ്റെ ഒരു കാര്യം. 5 വർഷം എന്നുള്ളതുകൊണ്ട് അപ് ടു 3 years ആണെങ്കിൽ ഇവിടുന്ന് തന്നെ ജാമ്യം ലഭിക്കുമായിരുന്നു. 5 വർഷമായതുകൊണ്ട് അപ്പീൽ സമർപ്പിച്ച ശേഷം സെന്റൻസ് സസ്പെൻഡ് ചെയ്ത് ജാമ്യത്തിൽ ഇറങ്ങുന്നതാണ്. വൈകാതെ നടപടിയിലേക്ക് പോകും. അവരെല്ലാം കണ്ണൂർ സെൻട്രൽ ജയിലിലേക്കാണ് അയക്കുന്നത്. കണ്ണൂർ സെൻട്രൽ ജയിലിലേക്ക് അങ്ങനെ എല്ലാവരും കണ്ണൂർ സെൻട്രൽ ജയിലിലേക്കാണ് നടപടികൾ ആരംഭിക്കും.